ഏതായാലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കാൻ സംസ്ഥാന നേതൃയോഗം CPM തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ആദ്യം പത്തനംതിട്ട, എന്താ സാക്ഷാൽ അയ്യപ്പൻ്റെ ജില്ലയിൽ നിന്നാണ് പ്രതിഷേധം അവിടുത്തെ CPM-ൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. വിമർശനം തോന്നുന്നു അതിനെക്കുറിച്ച്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇലക്ഷൻ ഫലം വന്നിട്ട് ഉടനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിശാലമായി ചേർന്നിരുന്നു. 12 മണിക്കൂറാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തെന്ന് പറയുന്നു. കുറേയൊക്കെ പുറത്തു വന്നു. ശൈലജ ടീച്ചറൊക്കെ പരിഭവം സ്വന്തം ഉദാഹരണമാണ്, ആരെയും കുറ്റപ്പെടുത്തിയില്ല. പിന്നീട് പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച നടന്നു. സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് CPM പോളിറ്റ് ബ്യൂറോയുടെ അവസ്ഥയാണ്. കേരളത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണോ എന്ന ചർച്ച പോലും ചെയ്യാനുള്ള ധൈര്യം CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഇല്ല. താഴോട്ട് വിട്ടത് ഒരു മണ്ടൻ തീരുമാനമാണ് എന്ന് ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചർച്ച അത് വളരെ പോയിന്റഡ് ആണ്. കാര്യം പിണറായി വിജയന് പോളിറ്റ് ബ്യൂറോ പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ പ്രതിപക്ഷ നേതാവാൻ വേണ്ടി അല്ല. അതായത് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് MABB പറഞ്ഞിട്ടുണ്ട്. MABB പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. പോളിറ്റ് ബ്യൂറോ അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തെ വീണ്ടും നോക്കൂത്തിയാക്കിയിട്ട് പിണറായി മുന്നോട്ട് പോകും. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM-ൽ രണ്ടാം നേർനിര അവിടെ ഇല്ല ഇപ്പോൾ എന്നുള്ളത്. അതിന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ചയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ 14 പേരല്ലാതെ, അല്ലെങ്കിൽ CPM നിർത്തിയിരിക്കുന്ന ഈ CPM-ന്റെ മണ്ഡലങ്ങളിൽ നിർത്തിയിരിക്കുന്ന നേതാക്കളല്ലാതെ ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല രമേശ്, അത് തിരുവനന്തപുരത്ത് 10 കൊല്ലം CPM ഭരിച്ചിട്ട് സെക്രട്ടറി സമ്മതിക്കുകയാണ് നേതാവില്ല, വേറെ നേതാവില്ല എന്ന് പറയാണ്. അല്ല, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ CPM-ന്റെ ഈ രണ്ടാം നിര നേതൃത്വത്തിൽ വന്ന ചെറുപ്പക്കാരെ പലരും ശരിക്കും നാട്ടുകാരെ കോമാളികളായി മാറി എന്നുള്ളതിലെ വാസ്തവം. അവരെ നാളെ ഇവരെ പിൻഗാമികളായി വരേണ്ട ആളുകളൊക്കെ തന്നെ മൊത്തം കാണിച്ച് കോമഡിയാവും. എന്തായാലും പത്തനംതിട്ടയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വീണ ജോർജ് ഉണ്ടായിരുന്നു. പക്ഷേ പറയേണ്ട കാര്യങ്ങളാണ് അവിടുത്തെ സഹാക്കൾ സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവിടെ ജില്ലാ കമ്മിറ്റി നടക്കും. ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം ഉണ്ടാവും. അതായത് MABB നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഹാക്കൾക്ക് പറയാനുള്ളതെല്ലാം പറയണം, അത് കൃത്യമായി രേഖപ്പെടുത്തണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെന്ന് MABB പരസ്യമായി പറഞ്ഞിരുന്നു. പക്ഷേ സംസ്ഥാന സമിതിയിൽ 90ഓളം CPM-ന്റെ മുതിർന്ന നേതാക്കളുള്ള സംസ്ഥാന സമിതിയിൽ ഈ വിഷയങ്ങളൊന്നും ഈ തരത്തിൽ കാര്യമായി ചർച്ച ചെയ്തില്ല, ഡീപ്പായിട്ട് പോയിട്ടില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനെ വയ്ക്കാൻ പറ്റില്ലായിരുന്നു. കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ടാഗില് പിണറായിയെ MV ഗോവിന്ദനെ രക്ഷിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാര്യയെ അവിടെ തളിപ്പറമ്പിൽ മത്സരിക്കാനുള്ളത് CPM-ന്റെ കൂട്ടായ തീരുമാനമായിരുന്നിരിക്കാം. പക്ഷേ അത് ആ തെറ്റായ തീരുമാനം തിരുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം അന്ന് തന്നെ MV ഗോവിന്ദൻ എടുക്കണമായിരുന്നു. അതെ, MV ഗോവിന്ദൻ ആ ധാർമ്മികമായ ഉത്തരവാദിത്തം എടുക്കാത്തത് കൊണ്ടാണ് ഭാര്യ മത്സരിച്ചത്. മാത്രമല്ല, ഇത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ഇതേ വിഷയം സംഭവിച്ചതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ രൂക്ഷമായ വിമർശനം ഉയർന്നു. കൊല്ലത്തും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ രൂക്ഷമായ വിമർശനങ്ങളോ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പത്തനംതിട്ടയിൽ നിന്നാണ് ആദ്യമായിട്ട്, അത് അയ്യപ്പന്റെ നാട്ടിൽ നിന്ന് തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ നാട്, അവിടെ എല്ലാം പിഴക്കുകയാണ്. അതിന്റെ ഒരു കാമ്പുള്ള വിമർശനമാണ് വരുന്നത്, അല്ലാതെ അവർ ചുമ്മാ പറഞ്ഞു പോകല്ല. അവർ പറയാണ് തോൽവിക്ക് കാരണം പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയന്റെ ഓഫീസ് ജനങ്ങളെ അകറ്റി. പാർട്ടി ശരിയാണ്, ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് പോലും പിണറായി വിജയന്റെ ഓഫീസിൽ പോയി ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. എന്തിനാണ് സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകൾ അടച്ചിട്ടില്ലേ? അതെ, അല്ല ഞാൻ സെക്രട്ടറിയുടെ ഒരു മുതിർന്ന CPM സംസ്ഥാന സമിതിയിലെ ഒരു മുതിർന്ന നേതാവിന് പോലും അവരുടെ ഒരു ആവശ്യം പിണറായി വിജയന്റെ അടുത്ത് എത്തിക്കാൻ പറ്റൂലായിരുന്നു. അത്രയും ധാർഷ്ട്യമുള്ള ഓഫീസ് സ്റ്റാഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് തന്നെ അറിയാലോ എത്രയോ. സംസ്ഥാന സമിതിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും PBക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ മുകളിലാണ് ഞങ്ങളെന്ന് വിചാരിച്ച ഒരു കൂട്ടം ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MV ജയരാജൻ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് മാത്രമാണ് കാര്യങ്ങൾ മര്യാദയ്ക്ക് MV ജയരാജനെ മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പുത്തലത്ത് ദിനേശ് ഉണ്ടായിരുന്നപ്പോൾ പോലീസിങ് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ആളുകൾക്കെല്ലാം തന്നെ അപ്പൊ തന്നെ അല്ല, പുത്തലത്ത് ദിനേശ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ. അല്ലാതെ പോലീസിന് എങ്ങനെ FIR ഇടണമെന്നൊന്നും പുത്തലത്ത് ദിനേശ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നമ്മൾ ശശികണ്ഠനെ കൊണ്ടുവന്നപ്പോഴാണ് സംഗതി മൊത്തത്തിൽ മാറിയത്. ഇപ്പൊ കണ്ണൂരിലെ പിള്ളേരുടെ കേസെടുത്ത വധശ്രമത്തിന് കേസെടുത്തോലും നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് തന്നെ പറഞ്ഞതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതെ, മൊഴി തിരുത്തിച്ച പോലീസുകാരൻ്റെ ആദ്യ മൊഴി അങ്ങനെ ആയിരുന്നില്ല, അതൊക്കെ അങ്ങനെ മാറ്റി എഴുതിയതാണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതൊരു കാതല. അതേപോലെ MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചതാണ് തോൽവിയുടെ പ്രധാന കാരണം എന്ന് പത്തനംതിട്ടയിലെ സെക്രട്ടേറിയറ്റിലെ സഹാക്കൾ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്ന ഇത്തരം 14 ജില്ലകളിൽ നടക്കുന്ന ഇത്തരം ചർച്ചകളുടെ
ആകെ തുക എടുത്തിട്ട് വേണമായിരുന്നു അടുത്ത പ്രതിപക്ഷ നേതാവായി പിണറായി പിണറായി വിജയൻ വിജയൻ വേണമോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി. തീരുമാനിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു തീരുമാനം, ഒരു വൻ പരാജയത്തിന് ഉത്തരവാദിയായി ഇതേ മനുഷ്യനെ പിടിച്ചിട്ട് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഇരുത്തുമ്പോൾ അവിടെ അസംബ്ലിയിൽ 102 പേരായിട്ട് അപ്പുറത്ത് അവരിയ്ക്കുകയാണ്. അല്ല, തോറ്റ മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുണ്ട്. ഇപ്പം ഉണ്ടുണ്ട്. അതിന് പറയുന്ന ഉദാഹരണം വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവരാണ്. പക്ഷെ വി എസ് അച്യുതാനന്ദന്റെ ഒക്കെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു 30 വയസ്സുകാരന്റെ ആരോഗ്യമായിരുന്നു. ഓടിച്ചാടി പോകും. പിണറായി വിജയൻ നമുക്ക് കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ, അദ്ദേഹം ഒരുപാട് ക്ഷീണിതനാണ്. നടക്കാൻ വരെ ബുദ്ധിമുട്ട് തോന്നുന്നത്. നമുക്ക് വിഷ്വൽസ് കാണുമ്പോൾ എന്താണ് യഥാർത്ഥ ആരോഗ്യസ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. മയോ ക്ലിനിക്കിലെ ചികിത്സ അടക്കം അദ്ദേഹത്തിന് ക്യാൻസറാണ്, ക്യാൻസർ അതിജീവിതനാണെന്നൊരു സഖാവ് തന്നെ എഴുതിയ ലേഖനം വന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ കുറച്ചും കൂടെ അവസരം ഇവർ കൊടുക്കണം. അതെ, അത് ശരിയാണ്. അവസരം ഇവർ കൊടുക്കണം. പിണറായി വിജയൻ കാര്യങ്ങൾ ഞാൻ നേരത്തെ നമ്മൾ ഒരു ചർച്ചയെ പറഞ്ഞ പോലെ ഈ ബി ഡി സതീശനൊപ്പം രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിൽ തിരുത്താൻ എളുപ്പമാണ്. ഇതിപ്പോ പിണറായി വിജയനോട് പോയി പറയാൻ പറ്റുന്ന ഒരാളില്ല. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതോടെ അത് തീർന്നു. അതെ, വി എസ് അച്യുതാനന്ദന്റെ കാലത്തായിരുന്നു അദ്ദേഹം തിരുത്തുമായിരുന്നു, പറഞ്ഞ് ദേശീയപൂർവ്വം കോടിയേരി ബാലകൃഷ്ണൻ നയപരമായി തിരുത്തുമായിരുന്നു. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന് ശേഷം പിണറായി വിജയന്റെ അടുത്ത് പോയി ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരു നേതാവില്ല. ഞാനൊരു വേറൊരു ഉദാഹരണം പറയാണ്. പിണറായി വിജയന്റെ അടുത്ത് ഒരാൾ പോയി കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും. പുള്ളിയുടെ അടുത്ത് ആരും പുള്ളി ഒരു ഭയങ്കര മസിൽമാനാണെന്ന് പറഞ്ഞ് പോവാറില്ല. അതെ, പിണറായി വിജയന്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന മനുഷ്യനാണ്. ഈ സ്വഭാവം മനസ്സിലാക്കി ഇത് ദുരുപയോഗം ചെയ്ത് പല മേഖലകളിലും എത്തിയ കള്ളന്മാരായ മാധ്യമപ്രവർത്തകരെ വരെ അറിയാം. പോയി പറഞ്ഞ് സംസാരിച്ച് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അടുത്താണ് ഇവര് ആരും പോയി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യം. നമ്മൾ പത്രപ്രവർത്തകരുടെ ഭാരവാഹികളായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി കാണുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് ഭാരവാഹികളെ ചേർന്ന്. അപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കും, അതിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് പിണറായി വിജയന്റെ മനസ്സിൽ വിശ്വസ്തരായ ഒരുപാട് പേരെ നമുക്കറിയാം. അത് മാത്രമല്ല ഈ കള്ളന്മാരായ ആളുകൾ. അതെ, ഈ ആദ്യം വന്ന പിണറായി എൻ്റെ പേര് കുറെ അവതാരങ്ങൾ ഇറങ്ങും, അവരെ സൂക്ഷിക്കണമെന്ന്. ശരി, ഓക്കെ, എല്ലാവരും ഹാപ്പിയായി. പക്ഷെ പിന്നീട് അവതാരങ്ങളെ കൊണ്ട് രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞത് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത് വിമർശനമല്ല, പിണറായി വിജയനുള്ള ഉപദേശമാണ്. പിണറായി വിജയന് കുറെ കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നുണ്ടോ എന്ന് പാർട്ടിക്കാർക്ക് സംശയമുണ്ട്. അതിന്റെ തുടക്കമാണ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയോ പ്രവർത്തന രീതിയോ അല്ല അദ്ദേഹം അവലംബിച്ചിരുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവരൊക്കെ പറയുമായിരുന്നു ബൂർഷാളെന്ന് വിളിക്കാൻ അവർ പോലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത്. ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം അവർക്ക് തോന്നിയെല്ലാം ചെയ്യുന്നു. തോന്നിയതിൻ്റെ അവർക്ക് ഇഷ്ടമല്ലാത്തവർ എല്ലാവരും പേര് കേസെടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യിക്കുന്നു. നമ്മളതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഒരു എത്ര കേസെടുത്ത് നമ്മളായിരിക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു മനുഷ്യൻ പറഞ്ഞിരുന്നു, പാലോളി മുഹമ്മദ്. തൊട്ടുപുറകെ ടി കെ ഹംസയും പറഞ്ഞിരുന്നു, CPM ഏറ്റവും മുതിർന്ന 2 നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലെ ഉൾക്കൊണ്ടൊരു ചർച്ച CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല വി കുഞ്ഞികൃഷ്ണന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. അല്ല, ഞാൻ പറഞ്ഞത് CPM സംസ്ഥാന സമിതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്ന സംഘമായി ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരാധക സംഘം. അദ്ദേഹത്തെ ദേവാരോടെ ഇരുത്തിക്കുന്ന വിഗ്രഹമാണ്. ഇവരെല്ലാം ചുറ്റുന്ന ഹാലലിയ പറഞ്ഞ് അദ്ദേഹത്തെ ദേവാരോടെ വെച്ചിരിക്കുന്നു. അതെ, സംഭവിച്ചത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പോലും പിണറായി വിജയന് പ്രതിപക്ഷത്തെ നിയന്ത്രിക്കാനും നയിക്കാനും എല്ലാം കഴിയും. അതേസമയം പുതിയൊരു പ്രതിപക്ഷ നേതാവ് വന്നാൽ CPM കിട്ടുന്ന പുതിയൊരു നേതാവിനെയാണ്. അതെ, ഇപ്പോൾ KN ബാലഗോപാൽ പുതിയൊരു നേതാവിനെയാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഗുണകരമായി. ഇപ്പം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. VD സതീശൻ വന്നുകൊണ്ടാണ് കോൺഗ്രസിനൊരു നേതാവിനെ കിട്ടിയത്. കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ നേതാക്കന്മാരുടെ ഒരു ക്ഷാമവും ഇല്ല. അല്ല, മാത്രമല്ല ഈ ഒരുപാട് നേതാക്കന്മാർ വലിയ തോതിൽ തിളങ്ങാൻ കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിന്റെ സമയത്താണ്. അത് PT ചോക്കാണെങ്കിലും കെ കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും VS ആണെങ്കിലും ഒക്കെ തന്നെ അവരെല്ലാം പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നു. അതായത് ഇനിയിപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ പിണറായി വിജയൻ 84 വയസ്സോളം ആവും. അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയത്തില്ല. അതെ, അതുകൊണ്ട് തന്നെ പുതിയൊരു നേതാവിനെ സംസ്ഥാന തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കിട്ടിയ സുവർണ അവസരം സംസ്ഥാന സമിതി പാഴാക്കി. മാത്രമല്ല ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം CPIക്ക് ഒരു പിടിയില്ല എന്നുള്ളതാണ്. ഈ ഇതിൽ അവർക്കൊരു സ്വാധീനമില്ല. അവർ പറഞ്ഞു പിണറായി വിജയനെ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചർച്ച അവിടെ നടന്നു CPI സംസ്ഥാന കമ്മിറ്റി. എന്നിട്ട് UDF LDF ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIക്ക് പോലെ തടയാൻ കഴിഞ്ഞില്ല. MP ഗോവിന്ദൻ ഭാര്യയ്ക്ക് വേണ്ടി ആണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് പോലും ആണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇത്തരം ചർച്ചകൾ അതിരൂക്ഷമാവും. അത് കൃത്യമായി തന്നെ സംസ്ഥാന സമിതിയിലേക്ക് റിപ്പോർട്ടിങ് ചെയ്യും. പക്ഷെ അതിനനുസരിച്ചുള്ള തിരുത്തലുകൾ ഉണ്ടാകും. അതാണ് ചോദ്യം. അത് ഈ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MP ഗോവിന്ദനാണെന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ കണ്ടുപിടി കാണിക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞിട്ട് MAVP പങ്കുവച്ച വികാരം വേണമെങ്കിൽ സംസ്ഥാന പ്ലീനം വരെ വിളിക്കുമെന്നാണ്. പ്ലീനം വെക്കുന്നത് ആവശ്യമാണത്. അതെ, പക്ഷേ സംസ്ഥാന പ്ലീനം
വിളിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം കുറച്ചും കൂടെ പ്രാദേശികരായ നേതാക്കളെല്ലാം പീഠത്തിലേക്ക് വരുമല്ലോ. വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം സംസ്ഥാന സമിതി അത് ചർച്ച ചെയ്യുകയോ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോവുകയോ ചെയ്തില്ല. പക്ഷേ അവർ പറയും ഇനി ജില്ലയിലെ അവലോകന യോഗങ്ങൾ കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്നൊക്കെ പറയും. എന്തായാലും ഇത് പിണറായി വിജയനെതിരെ അണപൊട്ടുന്ന രോഷമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സ്വന്തം പത്തനംതിട്ട. പാർട്ടിക്കുള്ളിൽ പാളയത്തിപ്പടയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ അവർക്ക് പലർക്കും തലവെക്കാൻ കഴിയായിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിൽ കൂടെ കണ്ണൂർ ജില്ല ഉൾപ്പെടെ അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇനി നേരിട്ടുള്ളതായിരിക്കും. എന്തായാലും സംസ്ഥാന സമിതി ക്രിയാത്മകമായ വിമർശനങ്ങൾ നടത്തിയാൽ മാത്രമേ CPM നേർവഴിക്ക് വരൂ. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CPM എല്ലാ കാലത്തും ചർച്ചകളുടെയും ഇത്തരം വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തീരുമാനം എടുക്കുമായിരുന്നു. അത് മാറിയിട്ട് എല്ലാം പിണറായി വിജയൻ തീരുമാനിക്കുന്നു എന്നുള്ള പാലോളിയെ പോലുള്ളവരെ സംസ്ഥാന സമിതിയിൽ കൊണ്ടുവന്നിട്ട് അവരെ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതാണ്. അതുപോലത്തെ സീനിയേഴ്സിൻ്റെ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വന്നവരാണ്. മാത്രമല്ല അവരൊക്കെ മന്ത്രിമാരായാലും നന്നായി തിളങ്ങിയ ആളുകളാണ് പലരുടെ മുമ്പ് തൊട്ടേക്ക്. എന്തായാലും പത്തനംതിട്ട സഹാക്കൾക്ക് ഒരു അയ്യപ്പന്റെ ഊർജ്ജം. കാര്യം അവരാണ് CPM-നെതിരെ അണപൊട്ടി. കാര്യം നവീൻ ബാബുവിന്റെ വിഷയത്തിൽ അടക്കം പത്തനംതിട്ട ജില്ല എടുത്ത പിന്നെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. പക്ഷെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം തന്നെ ഇല്ലാതാക്കി കളഞ്ഞത് നവീൻ ബാബു കേസിൽ. അതേപോലെ തന്നെ ശബരിമല വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. കോന്നിയിൽ ജിനീഷ് കുമാർ ജയിച്ചെങ്കിലും ബാക്കി എല്ലായിടത്തും അവർ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വയം കൃതാർത്ഥം. എന്തായാലും അയ്യപ്പന്റെ നാട്ടിൽ നിന്ന് പിണറായി വിജയന് വീണ്ടും അതെ, അത്രയേ ഉള്ളൂ. അത്രയേ വിമർശനം ഉള്ളൂ. ഉണ്ടാവുന്നു. ഇനിയുള്ള ജില്ലകളിൽ അങ്ങോട്ട് ചെല്ലുന്തോറും എങ്ങനത്തെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് പക്ഷേ തീരുമാനിച്ച സ്ഥിതിക്ക് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുമായിരിക്കാം. പക്ഷേ ആദ്യ സമ്മേളനത്തിൽ നമുക്കറിയാം പിണറായിക്ക് എന്തുമാത്രം പെർഫോം പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത്.